ആരെങ്കിലും മോഡലാകുന്നതിനോ അല്ലെങ്കിൽ ആരെങ്കിലും സിനിമയിൽ അഭിനയിക്കുന്നതിനോ നമുക്ക് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ല സത്യത്തിൽ. അവരഭിനയിക്കുന്നു അല്ലെങ്കിൽ അവർ മോഡൽ ചെയ്യുന്നു, ഉദ്ഘാടനം നടത്തുന്നു, കാശ് വാങ്ങുന്നു, പോകുന്നു എന്നതിലുപരി കണ്ടു നിൽക്കുന്ന നമുക്കെന്താ ഗുണം? ചിലരെയൊക്കെ ഒന്ന് കാണണം എന്നുള്ള ആഗ്രഹം കൊണ്ട് ചെന്ന് കാണുന്നു, അല്ലെങ്കിൽ അവരുമായി സംസാരിക്കുന്നു. ഇനി മറ്റു ചിലർക്ക് ഓട്ടോഗ്രാഫ് വാങ്ങുന്നു, നാലാമത്തെ ദിവസം കൊണ്ട് കളയുന്നു. ഇതൊക്കെ തന്നെയാണ് സാധാരണഗതിയിൽ. പക്ഷെ ഇന്നത്തെ ഒരു പ്രോഗ്രാം എന്തോ മനസ്സിൽ വല്ലാതെ പതിഞ്ഞുപോയി. കുറച്ച് നാൾ മുമ്പ് വരെ കുംഭമേളയിലെ വൈറലാകുന്നത് വരെ ആ പെൺകുട്ടി സത്യത്തിലൊന്ന് ആലോചിച്ചു. തെരുവിൽ നമ്മൾ ഈ കാണുന്ന ഒരു സാധാരണ കുട്ടി, നമ്മൾ വണ്ടി ഓടിച്ചു പോകുന്ന സമയത്ത് കോഴിക്കോട് അങ്ങാടിയിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ കാണും ഇതുപോലെ എന്തെല്ലാം പ്രോഡക്റ്റുകളും കൊണ്ട് അവർ വന്ന് നിൽക്കുന്നുണ്ടെന്ന്. നമ്മൾ അവരെ മൈൻഡ് ചെയ്യാറുണ്ടോ? ഇല്ല. അതങ്ങോട്ട് പോവും, ചിലപ്പോൾ ആട്ടിവിടും. ഇതൊക്കെയാണ് നമ്മുടെ സ്വഭാവം എന്ന് പറയും. നമ്മുടെ നല്ല ആരായാലും അത് തന്നെ ചെയ്യുന്നത്. അത്തരത്തിൽ ആട്ടിവിടുന്ന അല്ലെങ്കിൽ അത്തരത്തിൽ കണ്ടിരുന്ന ഒരു പെൺകുട്ടി പെട്ടെന്ന് വൈറലാകുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം ഒരു 1000-ഓ 10,000-ഓ ആണെങ്കിൽ പോലും ഒരു വലിയ എമൗണ്ട് ആണ്, ഹ്യൂജ് എമൗണ്ട് ആണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു മാനസികാവസ്ഥയിൽ നിന്ന് അല്ലെങ്കിൽ അത്തരത്തിലൊരു ജീവിത പശ്ചാത്തലത്തിൽ നിന്ന്, വളരെ ദാരിദ്ര്യം പിടിച്ച ഒരു ജീവിത പശ്ചാത്തലത്തിൽ നിന്ന് ഉള്ള ഒരാളെ ബോബി ചെമ്മണ്ണൂർ ഇന്ന് കോഴിക്കോട് ഒരു സ്റ്റാർ ആക്കി മാറ്റുമ്പോൾ, സ്റ്റാർ ആയി കഴിഞ്ഞു, ഇവിടെ സ്റ്റാറായി മാറ്റുമ്പോൾ അത് വളരെ സന്തോഷം തോന്നി. ബോബി അത്തരത്തിലൊരു നീക്കം, കുറുക്കന്റെ നീക്കം എന്ന് ഞാൻ നേരത്തെ വീഡിയോ ചെയ്താണ്, അത് കാര്യമൊക്കെ ശരി. പക്ഷെ എങ്കിലും ഇത്തരത്തിലുള്ള കുട്ടികളെ എന്താ കേരളത്തിൽ വേറെ ആർക്കും തോന്നാത്ത? വൻകിട ആൾക്കാരുണ്ടായിരുന്നല്ലോ, പലരും, ഒരുപാട് കോടികളും മറ്റും ഉള്ളവരൊക്കെ ഉണ്ടായിരുന്നല്ലോ. ബോബി ചെമ്മണ്ണൂരിനേക്കാൾ എത്ര മേലുള്ളവർ, അവർക്ക് ആർക്കും തോന്നിയില്ല. അവർക്കൊക്കെ വലിയ വലിയ സെലിബ്രിറ്റികളും മറ്റാരെങ്കിലും ഒക്കെ വേണം. അപ്പോൾ വലിയ ജ്വല്ലറിലൊക്കെ നമുക്കറിയാം, വലിയ സ്റ്റാർ ഇല്ല എന്നുണ്ടെങ്കിൽ അവർക്കൊരു മൂല്യം വരില്ല. ആ സ്ഥാനത്താണ് ഒരു കുടിലിൽ നിന്ന് ഒരു കുട്ടിയെ കൊണ്ടുവരുന്നത്. കുട്ടിയെ കൊണ്ടുവന്നിട്ട് അതെന്തോ വളരെ സിമ്പിളായി സഹകരിച്ചു, ഒരു ഗിഫ്റ്റും ഒക്കെ കൊടുത്തു. പോയപ്പോൾ അതിന്റെ കണ്ണുകളിലെ തിളക്കം, അവർ മനസ്സിലെ സംതൃപ്തി, അതൊക്കെ കണ്ടപ്പോൾ ഉണ്ടായിരുന്നു നമ്മുടെ മലയാളികൾക്ക് ഒരു സന്തോഷം ഉണ്ടാകേണ്ടതാണ്. കാരണം അന്യനാട്ടിൽ, മറ്റൊരു നാട്ടിൽ നിന്ന് ഒരു പെൺകുട്ടി നമ്മുടെ കേരളത്തിൽ വന്നിട്ട് സന്തോഷിച്ച് പോകാന്ന് പറഞ്ഞാൽ അത് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമല്ലേ, പ്രത്യേകിച്ച് അർഹതയുള്ള ഒരു കുട്ടി. ഇതിപ്പോ ഇത്തരത്തിലൊരു പ്രോഗ്രാം അത് ആദ്യമായിട്ടാണോ എന്ന് പറഞ്ഞു കഴിഞ്ഞു. ഇനി ഇത് സംബന്ധിച്ച് ഒരുപാട് പ്രോഗ്രാം ആ കുട്ടിക്ക് കിട്ടും. അതനുസരിച്ചിട്ട് അതിന് സ്റ്റാർ വാല്യൂ കൂടി വരികയും ചെയ്യും. മാത്രമല്ല, ഇപ്പോൾ വിനോദ് മിശ്രയുടെ സിനിമയിൽ അഭിനയിച്ച് കഴിയുന്നവർ കൂടി ഒന്നുകൂടി ഒന്ന് മൂല്യം കൂടും. ഇതൊക്കെയാണ് ചിലരുടെ സമയം തെളിയുക എന്ന് പറയുന്നത്. കുംഭമേളയ്ക്ക് വന്നിട്ട് ആ മാല വിൽക്കാനും, അത് ആരോ ഒരാൾ വീഡിയോ എടുത്ത് അല്ലെങ്കിൽ ഒരു ഫോട്ടോ എടുത്ത് അങ്ങോട്ട് ഇടാനും, ആ സമയത്ത് അവരുടെ കണ്ണുകളിലെ തിളക്കവും ആ ചിരിയും ഒക്കെ പതിയാനും, അങ്ങനെ അത് വൈറലാകാനും, ഇതാണ് ചിലർക്കൊക്കെ അങ്ങനെയാ. എപ്പോഴാണ് ഇത് തെളിയുന്നതെന്ന് പറയാൻ പറ്റൂല. ഏതായാലും സാധുവായിട്ടുള്ള, അർഹതയുള്ള, സമൂഹത്തിൽ രക്ഷപ്പെടണം എന്ന് ആഗ്രഹിക്കുന്ന, താഴേക്കിടയിൽ കിടക്കുന്ന, ഒരിക്കലും ഒരു പ്രതീക്ഷ പോലും ഇല്ലാതിരുന്ന ഒരു കുടുംബം രക്ഷപ്പെടുന്നുണ്ടെങ്കിൽ അത് നല്ലതല്ലേ. ആ കുടുംബം രക്ഷപ്പെടുന്നതോടൊപ്പം അത് മാത്രമായിരിക്കില്ല രക്ഷപ്പെടുന്നത് ഉറപ്പാണ്. അവരുടെ റിലേറ്റീവ്സ് ആയിട്ടുള്ളവരും അവരുടെ തൊട്ടടുത്തുള്ളവരും മറ്റുള്ളവരുമായിട്ടുള്ള വലിയൊരു ഭാഗം അവിടെ ഉണ്ട്. അവരൊക്കെ ആ കൂട്ടത്തിൽ അതിനോടൊപ്പം ചേർന്ന് വളരും. അതിന് ബോബി ചെമ്മണ്ണൂർ ഒരു തുടക്കക്കാരനായതിൽ ഒരു സന്തോഷം തോന്നുന്നു, മലയാളി എന്ന നിലയിൽ സന്തോഷം തോന്നുന്നു. ബാക്കിയെല്ലാം നമുക്ക് മാറ്റിവെക്കാം. എന്നാലും ഇവിടെ മൊണാലിസയെ കേരളത്തിലേക്ക് കൊണ്ടുവന്നതിന് ഒരു സന്തോഷം തന്നെയാണ്. കോഴിക്കോട് അത് ഏറ്റെടുത്ത് കഴിഞ്ഞു. മറ്റ് സാധാരണഗതിയിൽ ഒരു സെലിബ്രിറ്റിയോ അല്ലെങ്കിൽ ഒരു സിനിമാ നടിയോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഒക്കെ വരുന്നതിനേക്കാളും ഒരു പ്രൗഢി ഉണ്ടായിരുന്നു. മീഡിയകൾ വളരെ നന്നായി സഹകരിച്ചു. മാത്രമല്ല, കുട്ടി അതിമനോഹരമായി നിഷ്കളങ്കതയോടെ സംസാരിച്ചു. എന്തോ ഒരു സന്തോഷം, ആ സന്തോഷം നിങ്ങളോട് പങ്കുവച്ചു എന്ന് മാത്രം. Different angles. Don't forget to subscribe and support this channel.